ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തലേദിവസം മാവൊക്കെ അരച്ച് വെച്ച് രാവിലെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ദോശയ്ക്ക് കറി തലേദിവസം സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ദോശയും കൂടെ റെഡിയാക്കി എടുത്താൽ മതിയല്ലോ. ഇപ്പം നമ്മൾ ദോശ ചുടുമ്പോൾ ഇതുപോലെ ദോശക്കല്ല് ചൂടായതിന് ശേഷം അല്പം എണ്ണ തടവിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ദോശ പരത്തി എടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ദോശയൊക്കെ റെഡിയാക്കി പിന്നെ ഒരു ചായയും കൂടെ സെറ്റാക്കി എടുത്തിട്ടാ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അത് കഴിച്ചിട്ട് ബാക്കി ജോലികൾ ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇപ്പോൾ ഒരു 9:45 ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നല്ല ചൂടാണ്. ഒരു ചായയും കൂടെ കുടിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ കുറച്ച് ദിവസം കൊണ്ട് നല്ല ചൂടാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആയിരിക്കും തോന്നുന്നു. ഈ വൈകുന്നേരം മഴ പെയ്യുന്നത് കൊണ്ടായിരിക്കും അത്രയ്ക്ക് ചൂട് കേട്ടോ. നമുക്ക് സാധാരണ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല തോടും മരങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നല്ല തണുപ്പുള്ളതാണ്, എപ്പോഴും തണുപ്പാണ്. പക്ഷേ ഇപ്പം അടുക്കളയിൽ ജോലി ചെയ്യാനേ വയ്യ. അപ്പം ഞാൻ വിചാരിച്ച് ചോറിനുള്ള അരിയൊക്കെ കുക്കറിലിട്ടിട്ട് ഒരു സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു തണുത്ത ജ്യൂസ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് ക്യാരറ്റും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ, അരിയൊക്കെ മാറ്റിയിട്ട് ആ നാരങ്ങയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് തണുപ്പിന് വേണ്ടി ഒരു ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസില്ലേ അത് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പെട്ടെന്നൊക്കെ നമുക്ക് റെഡിയാക്കി കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണ് കേട്ടോ. ക്യാരറ്റും നാരങ്ങയും ഇഞ്ചിയും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ക്യാരറ്റ് കളറിനനുസരിച്ച് ഒത്തിരി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഒരു കഷ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ തണുത്ത ഐസും കൂടെ ഇട്ടിട്ട് കുടിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റും ഉണ്ട്, നല്ലൊരു ആശ്വാസമുണ്ട് കേട്ടോ. ഇനി നമ്മൾ കിച്ചണിലൊന്ന് ജോലി ചെയ്യുമ്പോൾ ഒരു സമാധാനം ഉണ്ടില്ലെങ്കിൽ ചൂടായതുകൊണ്ട് നമുക്ക് തണുപ്പ് പിന്നെ സഹിക്കാൻ തോന്നണം അല്ലേ. ഈ ചൂട് ഭയങ്കര ചൂടായി. ഇപ്പോൾ ഈ അടുക്കളയിൽ നമ്മൾ തീയൊക്കെ കത്തിക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ആ തണുത്ത വെള്ളമൊക്കെ ഇതുപോലെ കുടിച്ചിട്ട് നിന്നതുകൊണ്ട് ഒരു അത്യാവശ്യം ഒരു ആശ്വാസം കിട്ടി. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഇതാ മുരിങ്ങയ്ക്ക് ഇതുപോലെ ഞാൻ അതിനുള്ള അകത്തുള്ള ആ ഭാഗം ഉണ്ടല്ലോ ചതയുള്ള ആ ഭാഗം മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ചക്കക്കുരു ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് തോരൻ ഉണ്ടാക്കണമെന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മിക്ക വീട്ടമ്മമാരുടെ ഒരു പ്രശ്നമാണല്ലേ, നമ്മളെ വീട്ടു ജോലിയൊക്കെ നമുക്കൊരു ഭാരമായിട്ട് തോന്നാറുണ്ടല്ലോ. അങ്ങനെ തോന്നുന്നവർ നമ്മൾ ഓരോ ജോലിക്കും ഓരോ സമയം കണ്ടെത്തുക. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരു 6 മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് തീരുമാനിക്കുക. അപ്പോൾ ആ പണി അങ്ങ് തീരുമല്ലോ. ഇപ്പം നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്കതൊരു ഭാരമാണ്. അപ്പോൾ ഒരു 6 മണിക്കകം അല്ലെങ്കിൽ 6 മണിക്ക് കഴിക്കുന്നവരാണെങ്കിൽ 7 മണിക്കകത്ത് എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിയണം. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ജോലി അങ്ങ് തീരും. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു സമയമുണ്ടല്ലോ, ആ സമയം 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 11 മണിക്കകം അല്ലെങ്കിൽ 12 മണിക്കകം നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് റെഡിയാക്കി തീർക്കും എന്നൊന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ആ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ അങ്ങ് ചെയ്യുക. അപ്പോൾ ആ ജോലി അങ്ങ് തീരും. പിന്നെ ക്ലീനിങ് ഉണ്ടല്ലോ, അതും നമുക്ക് ഇപ്പോൾ പലർക്കും പല സമയമായിരിക്കും. കറക്റ്റായിട്ടൊരു സമയം പറയാൻ പറ്റില്ല. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളായിട്ടുള്ളവരുണ്ട്, കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവരുണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായ സമയം കണ്ടെത്തിയിട്ട് നമ്മൾ മനസ്സിൽ ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്ര മണിക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ലഞ്ച് ഉണ്ടാക്കും, ഇന്ന സമയത്തിനുള്ളിൽ ക്ലീൻ ചെയ്ത് കഴിയും, അല്ലെങ്കിൽ വാഷിംഗ് ഡ്രസ്സൊക്കെ അലക്കാനുണ്ടല്ലോ അതൊക്കെ ഇന്ന സമയത്ത് ചെയ്ത് തീർക്കുമെന്നൊരു മനസ്സിലൊന്ന് ചിന്തിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടുക്കള ജോലികളൊക്കെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതൊരു നമുക്കൊരു ഭാരമായിട്ട് തോന്നാറില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി എന്ന് പറയുന്നത് പച്ചക്കറി കട്ട് ചെയ്യുന്നതും തേങ്ങ ചിരുകുന്നതും. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായി കിട്ടുമല്ലോ. അപ്പോൾ ഞാനത് ഇന്നത്തേക്കുള്ളത് ആ പച്ചക്കറി ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ, കട്ട് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞ് തേങ്ങയും കൂടി ചിരുകി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അരച്ച് പിന്നെ നമുക്ക് പാചകം ചെയ്താൽ മാത്രം മതിയല്ലോ. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിൽ ആ ടൈമൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ്. ഇന്ന സമയത്തിനുള്ളിൽ ഇന്നത് ചെയ്യുമെന്ന് നമ്മളൊന്ന് വിചാരിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്കത് ചെയ്യാനും പറ്റും. നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടൊരു ഭാരമായിട്ട് വീട്ടുജോലി തോന്നത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ വയ്ക്കാൻ വേണ്ടി ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലയിട്ട്
നമ്മുടെ ചക്കക്കുരു മുരിങ്ങയ്ക്ക ഇല്ലേ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ചക്കക്കുരുവിന് അല്പം വേവുണ്ട്, മുരിങ്ങയ്ക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനു വേണ്ടിയാണ് പെട്ടെന്ന് വേവാൻ വേണ്ടി അല്പം വെള്ളം കൂടെ ഒഴിച്ച് മൂടി വയ്ക്കുക. പിന്നെ നമുക്ക് തോരനുള്ള അരപ്പ് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മുടെ വെന്ത മിക്സ് ഉണ്ടല്ലോ അതിലേക്കൊന്ന് ഇട്ട് ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ തോരൻ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ, മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നു. അതാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മീനില്ല, ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തു, പിന്നെ തോരനായി. പിന്നെ ഒരു കറിയായിട്ട് മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും നമ്മുടെ തൈരുണ്ടല്ലോ അതും കൂടെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഈ തൈരും ചെറിയ ഉള്ളിയും ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി കടുകൊക്കെ താളിച്ച് ഇതൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വീണ്ടും തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ വെള്ളത്തിന് പകരം തൈര് ഒഴിച്ച് അരയ്ക്കുമ്പോഴാണ് ആ മോര് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ കറിയെല്ലാം സെറ്റാക്കി മാറ്റി വെച്ചു. അപ്പം നല്ല മഴക്കോളുണ്ട് കേട്ടോ, പെട്ടെന്ന് മഴ പെയ്യുമെന്ന് തോന്നുകയാണ്. അപ്പം ഞാൻ പിന്നെ കുറച്ച് ചോറുണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ച്. പെട്ടെന്ന് ചിലപ്പം കറണ്ട് പോകാനും സാധ്യതയുണ്ട്. ഇവിടെ മഴ ഇങ്ങനെ വരികയാണെങ്കിൽ അപ്പം തന്നെ കറണ്ട് പോകും. അങ്ങനെയുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഞങ്ങളുടേത്. അങ്ങനെ നമ്മളെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ജോലി അങ്ങ് തീരുമല്ലോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വെക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു ലിക്വിഡാണ് കേട്ടോ ഇത്. നമ്മുടെ 5 രൂപയുടെ കട്ട സോപ്പില്ലേ അത് വെച്ച് നമുക്ക് ഇതുപോലെ ഒരു മാസം വരെ ഉപയോഗിക്കാൻ പറ്റിയ ലിക്വിഡൊക്കെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഫ്രൈയും മീൻ ഫ്രൈൻ്റെ കൂടെയൊക്കെ കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഒരു സവാളയൊക്കെ എടുത്ത് കട്ട് ചെയ്തു. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി ചോറെടുത്തു, ചിക്കൻ ഫ്രൈ എടുത്തു, സവാള എടുത്തു. പിന്നെ നമ്മുടെ തോരനുണ്ടല്ലോ ചക്കക്കുരു മുരിങ്ങയ്ക്കും. ഈ മുരിങ്ങയ്ക്കൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ നമ്മൾ തോരൻ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും. പിന്നെ നമ്മുടെ മോരുകറി. ഇനി അതൊക്കെ എടുത്ത് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം ഞാൻ പുറത്ത് വന്നിരുന്നു കേട്ടോ. നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇടിയൊക്കെ വെട്ടിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് സമയം ഇരുന്നിട്ട് പിന്നെ അകത്ത് കയറിപ്പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഏട്ടനൊക്കെ വന്നു. കുറച്ച് മാങ്ങ സീസണല്ലേ, അങ്ങനെ മാങ്ങയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ മാങ്ങ കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ മാങ്ങ വാങ്ങുമ്പം ഞങ്ങൾ മൂന്നുപേരും കട്ട് ചെയ്ത് കഴിക്കും. മോനാണെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കില്ല, അവൻ ഏത് മാങ്ങയായാലും ജ്യൂസ് അടിക്കണം. അങ്ങനെ കുറച്ച് മാങ്ങയും പഞ്ചസാരയും പാലും ഒക്കെ ഇട്ട് മാംഗോ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി അവൻ സ്വന്തമായിട്ട് എടുത്ത് അവൻ്റെ ഇഷ്ടത്തിന് മധുരവും പാലും ഒക്കെ ഇട്ട് അവൻ അടിക്കും. സ്വന്തമായിട്ട് തന്നെ അടിച്ച് കുടിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഷേക്കൊക്കെ അടിച്ച് കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത് നല്ല വീഡിയോയും റെസിപ്പിയും വിശേഷങ്ങളായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. ഓക്കേ.